ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വരെ വാക്യം വായിക്കാം. എല്ലാവർക്കും മതി. When Jesus was coming to a town between Samaria and Galilee, passing in between, he goes sometimes through Galilee, sometimes through Samaria. Today he was passing in between. അതിനിടക്കൂടെ പോയപ്പോൾ കുഷ്ഠരോഗികളായ 10 പേര് അവന്റെ എതിരെ വന്നു. I was wondering whether they came accidentally or they came purposefully. യാദർശികമായി വന്നതാണോ അതോ പ്ലാൻ ചെയ്തത് വന്നാണോ എന്ന് എനിക്കറിയില്ല. എന്താണേലും അവരുടെ എതിരെ വന്നു. നൈനിലെ വിധവയുടെ മകൻ മരിച്ച് ശവമഞ്ചവുമായിട്ട് ഇങ്ങനെ ഒരു വലിയ മരണത്തിന്റെ ഘോഷയാത്ര ഇങ്ങോട്ട് വന്നപ്പോൾ യേശുവും ശിഷ്യന്മാരും അതിന്റെ എതിരെ വന്നു. They were having the opposite direction. ഒരു സൈഡിലോട്ട് ഇവർ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കുഴിമാടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, സന്തോഷത്തോടെ യേശുവും ശിഷ്യന്മാരും ഓപ്പോസിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ലോകം പോകുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കർത്താവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ കുഷ്ഠരോഗികൾ വരുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കർത്താവ് വന്നിരിക്കുകയാണ്. അവരുടെ മുമ്പേ വന്നു. അപ്പൊ they were standing afar. അവർ ദൂരെ നിൽക്കുകയായിരുന്നു. കുഷ്ഠരോഗികളായതുകൊണ്ട് they cannot come near. Socially outcast because of their disease. There are so many of us are socially outcast because of many problems in our life. ജീവിതത്തിന്റെ പല കാരണങ്ങൾ കൊണ്ട് തള്ളപ്പെട്ടവരായ പലരും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. അവഗണിക്കപ്പെട്ടവർ, തള്ളപ്പെട്ടവർ. ഞാൻ പറയട്ടെ, എൻ്റെ യേശു തള്ളപ്പെട്ടവർക്ക് വേണ്ടിയാണ്, അവഗണിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ്, ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗതികളെ ഉയർത്തുന്ന ദൈവം, പൊടിയിൽ കിടക്കുന്നവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് രാജാക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവം, കുപ്പയിൽ തള്ളപ്പെട്ടവനെ ഉയർത്തുന്ന ദൈവം എൻ്റെ ദൈവമാണ്. ആർക്കും വേണ്ടാത്ത ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ് സ്വർഗത്തിന്റെ പദ്ധതി. മുക്കുവന്മാരെ പിടിച്ചേച്ച് മനുഷ്യരെ പിടിക്കുന്ന ആക്കിയ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് ജീവിക്കുന്നത്. ആർക്കും നിന്നെ വേണ്ട എന്ന് പറയുമ്പോഴാണ് ദൈവത്തിന് നിന്നെ ആവശ്യമായിരിക്കുന്നത്. സമൂഹത്തിന് വേണ്ടാതെ തള്ളപ്പെട്ട 10 കുഷ്ഠരോഗികൾ, 10 lepers, they were far away. Let me tell you some secrets about leprosy as a doctor. Let me tell you what this is. എന്താണ് leprosy? Leprosy is a disease, a chronic disease. വളരെ വിഷമമുള്ളൊരു അസുഖമാണ്. By a bacillus, a bacteria called lepri bacteria. Very difficult to isolate. കണ്ടുപിടിക്കാൻ, പിടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ട്രീറ്റ് ചെയ്യാൻ അതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. ട്യൂബർക്ലോസിസ് ആണ് അത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ വയ്യാത്ത ഒരു കട്ടിയുള്ള ബാസിലായി. ഇത് ലെപ്രായി, വലിയ ബുദ്ധിമുട്ടാണ് ഇത് കണ്ടുപിടിക്കാൻ, ഐസൊലേറ്റ് ചെയ്യാൻ. മാസങ്ങൾ മരിച്ചു കഴിച്ചാൽ പോലും മാറാത്തൊരു അസുഖമാണ്. എന്താ ചെയ്യുന്നത്? ഇറ്റ് അഫക്ട്സ് ദ നെർവ്സ്, നരമ്പുകളെ ഇത് ബാധിക്കും. ലെപ്ര ബാക്സിലായി ഗോ ആൻഡ് അഫക്ട്സ് ദ നെർവ്സ്. എന്നിട്ട് മനുഷ്യന് സെൻസേഷൻ ഇല്ലാതായി പോകും, നമുക്ക് വേദന ഇല്ലാതായി പോകും. ദൈവം വേദന വെച്ചിരിക്കുന്ന ഒരു വലിയ പദ്ധതിയിലാണ്. God has given pain for a special reason. That's what I want to tell you first. വേദന വരുമ്പോൾ വിഷമിക്കരുത്. വേദന വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക കാരണത്താലാണ്. നിങ്ങൾ ഒരു 15 മിനിറ്റ് ഒരു കസാരയിൽ ഇരിക്കുമ്പോൾ, when you sit on a seat, your bottoms, your back will start hurting. You'll think, why is my back hurting? എന്തിനാ ഈ ബാക്ക് ഹേർട്ട് ചെയ്യുന്നത്? പ്രഷർ വന്ന് പൊട്ടി കളിയാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാൻ ദൈവം അവിടെ ഒരു വേദന വെച്ചിരിക്കുകയാണ്. സെൻസേഷൻ അറിയാതെ ബെഡ് സോർ അടിക്കുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ്, they get bed sore because they don't have sensation. Pain is a sensation which God has given to protect the body. ഒരു മനുഷ്യ ശരീരത്തെ സൂക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മനോഹരമായ ഒരു സംഗതിയാണ് വേദന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മനുഷ്യന് മനസ്സിലാകിയില്ല. വേദന ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു കുഴപ്പം, കുഷ്ഠം വരും. Leprosy affects your life. If you don't have difficulty, pain, problems in your life will be full of leprosy. ഇന്ന് ലോകത്തിൽ ഒത്തിരി പേർക്കും ലെപ്രസി ഉണ്ടാകുന്നതിന്റെ കാര്യം അവർക്ക് വേദനയില്ല, സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയി. സമയത്ത് ഭക്ഷണം കുടിക്കാൻ, വെള്ളം താമസിക്കാൻ സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട്. എവറിത്തിങ് ഈസ് ദേർ, ബട്ട് ദേ ഹാവ് ലെപ്രസി because they have no pain, no difficulty, no struggle. They are living in a state of plenty. ഇഷ്ടം പോലെ കഴിച്ച് തിന്നു കുടിച്ച്
ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ്. അവരുടെ ആത്മാവിന് കുഷ്ഠം പിടിച്ചിരിക്കുകയാണ്. They have no pain. കഷ്ടതയാണ് നിന്റെ ആത്മാവിന്റെ കുഷ്ഠത്തെ മാറ്റുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിപ്പീൻ. God has given you pain in your life to purify you, to sanctify you. നിന്റെ കുഷ്ഠം മാറ്റാനാണ് ദൈവം കഷ്ടത അനുഭവിക്കുന്നത്. ഇന്ന് ഏതെങ്കിലും വേദനയും കഷ്ടവും ദുഃഖവും ഉള്ള ആരെങ്കിലും ദൈവത്തിന്റെ വചനം കേൾക്കുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിഷമിക്കണ്ട. ദൈവം നിങ്ങളെ ശുദ്ധീകരിച്ച് മനോഹരമാക്കി തീർക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ കീടം മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. When you lose pain, you become lepromatous. നീ വേദന ഇല്ലാതായി തീരുമ്പോൾ നീ കുഷ്ഠരോഗിയായി മാറുകയാണ്. ദൈവം നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം തന്നിട്ടുണ്ടോ? ആ പ്രയാസത്തിൽ നീ സന്തോഷിക്കുക. രോഗിയായിരിക്കുമ്പോൾ നീ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്റെ രോഗത്തെ മാറ്റും. സാമ്പത്തികമായി നിനക്ക് തകർച്ചയുണ്ടോ? നീ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്റെ സാമ്പത്തിക തകർച്ചയെ മാറ്റും. നീ കെട്ടിൽ കിടക്കുന്നോ? നീ പൂട്ടിക്കിടക്കുകയാണോ? നീ ബന്ധനത്തിലാണോ? നീ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിന്റെ ബന്ധനത്തെ അഴിക്കുക. പിറുപിറുക്കാനല്ല, ദൈവത്തോട് കുറ്റം പറയാനല്ല, ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ കുഷ്ഠരോഗികളായ 10 പേര്, these 10 people, they knew they were sick. ഒരിക്കലും മാറാൻ വയ്യാത്ത മാറാരോഗം, എത്ര ട്രീറ്റ് ചെയ്താലും പോകാത്ത ഈ അസുഖം പിടിച്ച് സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടവനായി തള്ളപ്പെട്ടവരായിരുന്നു. ഇന്നും അന്നും കുഷ്ഠരോഗികളെ ഒരുപോലെ എല്ലാവർക്കും വെറുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ വേറൊരു വിഷയം കൂടെ അതിനോട് ചേർത്ത് പറയട്ടെ. ഞാൻ പണ്ട് കുഷ്ഠരോഗിയുടെ ലെപ്രസി കോളനിയിൽ റെഗുലർ ആയിട്ട് എല്ലാ സൺഡേ മോർണിംഗ് ഐ യൂസ് ടു ഗോ ടു ലുക്ക് ആഫ്റ്റർ ലെപ്രസി കോളനി ഇൻ ലുധിയാന. And I told you a story once when I was going there. They came with jalebi and laddu to give it to me. ജിലേബിയും ലഡുവും കൊണ്ടുവന്നു. എനിക്ക് കഴിക്കാൻ ജിലേബിയും ലഡു ഒക്കെ അന്നക്കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. I love jalebi and laddu. But the hand is all full of pus. I said, I am not feeling hungry. Thank you very much. My friend said, we don't eat usually from the place where we work. Thank you very much. കുഷ്ഠരോഗികളുടെ കൈകൊണ്ട് തരുന്ന ആ ലഡുവും ജിലേബിയും കഴിക്കാൻ വന്നവർക്കെല്ലാം ഭയങ്കര വിഷമമായിരുന്നു. കുഷ്ഠം പിടിച്ച നിന്റെ കൈകൊണ്ട് ദൈവത്തിന് എത്ര നല്ല പ്രവൃത്തി കൊടുത്താലും ദൈവത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. All the good works that you do with a hand full of leprosy, sin, wickedness, deceit, jealousy, unforgiveness, lie, bitterness, നിന്റെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളും, അസൂയ, കോപം, ക്രോധം, മറ്റുള്ളവരോടുള്ള ദേഷ്യം, ഒത്തിരി കാര്യങ്ങൾ, വലിയ മുറിവുകൾ, ക്ഷമിക്കാത്ത ചില വിഷയങ്ങൾ കുഷ്ഠമായി നിന്റെ കൈ നിൽക്കുമ്പോൾ നീ എത്ര നന്മ പ്രവർത്തി ചെയ്താലും ദൈവത്തിന് അത് സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. God cannot accept your good works when your hand is full of leprosy. അതുകൊണ്ടാണ് നന്മ പ്രവൃത്തി കൊണ്ട് ആരും രക്ഷ പ്രാപിക്കാത്തത്. ഹല്ലേലൂയ. പ്രവൃത്തിയാൽ രക്ഷയില്ല, വിശ്വാസത്താലാണ് രക്ഷ. You are saved by faith in Jesus, not by your good works. നിന്റെ നല്ല പ്രവർത്തികൾ കൊണ്ടല്ല നീ നീതീകരിക്കപ്പെടുന്നത്, ദൈവ ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ഇന്ന് ആര് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നോ അവനെ ദൈവം രക്ഷിക്കാൻ പോകുകയാണ്. ആര് കർത്താവിന്റെ കയ്യിൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവനെ ദൈവം രക്ഷിക്കാൻ പോകുകയാണ്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല, വേറൊരു മാർഗവുമില്ല, വേറൊരു പദ്ധതിയുമില്ല. നിനക്ക് വേണ്ടി പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു മാത്രമേ ഉള്ളൂ. ദൈവത്തിനും നിനക്കും മധ്യസ്ഥനായി ക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ഒരു പുണ്യവാളനോ വേറെ ഒരു പാർട്ടിയുമില്ല. ഹല്ലേലൂയ. ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. അവൻ നിനക്കും ദൈവത്തിനും വേണ്ടി മധ്യസ്ഥ ആചരിക്കുന്നു. These lepers were having a big problem, social problem, emotional problem, physical problem, and they were standing away from God. യേശുവിന്റെ അടുക്കൽ നിന്ന് ദൂരെ നിൽക്കുകയായിരുന്നു. കുരുടനായ ബർത്തിമിയാസ് ഒരിക്കൽ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് ദാവീദ് പുത്രനായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ പുരുഷാരം അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ ഈ പിച്ചക്കാരനായ ബർത്തിമിയോസിന്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം നിന്നുവെങ്കിൽ ഈ പിച്ചക്കാരന്റെ മുമ്പിൽ മറികടന്നു പോയില്ല. ഈ കുഷ്ഠരോഗിയുടെ മുമ്പിൽ യേശു മറികടന്നു പോയിട്ടില്ല. യേശു ഇന്ന് വരെയും ഒരു ആവശ്യക്കാരന്റെ മുമ്പിൽ കണ്ണടച്ചിട്ടില്ല.
നിന്റെ വീട്ടുകാർ കണ്ണടയ്ക്കും, നിന്റെ നാട്ടുകാർ കണ്ണടയ്ക്കും, നിന്റെ കൂട്ടായ്മക്കാരും സഭക്കാരും കണ്ണടയ്ക്കും. പക്ഷെ എന്റെ യേശു നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ ഇന്ന് കണ്ണടയ്ക്കാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വർഗം നിന്റെ ആവശ്യത്തിന്റെ മുമ്പിൽ കണ്ണടക്കിയില്ല. God will not close his eye for your need. Your friends will, your family will, your people around will, but my Jesus will never close his eye. Hallelujah. Hallelujah. എന്ത് സംഭവിച്ചു? വായിച്ചാട്ടെ. യേശു അവരെ കണ്ടിട്ട് ഇവർ അവനോട് എന്ത് ചോദിച്ചു? അത് വായിച്ചേ. അടുത്ത അല്ല, അതിന്റെ മുമ്പത്തെ വാക്യം. യേശു നായക, ജീസസ് മാസ്റ്റർ, ഹാവ് മെർസി ഓൺ മീ. യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ പുത്രൻ, കരുണയുടെ മറുകുടം അല്ല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ജ്യൂസി, ഫുൾ ഓഫ് ഗ്രേസ്. ഗോഡ് ഈസ് ഫുൾ ഓഫ് ഗ്രേസ്. വേറെ ആർക്കും കരുണ നിറഞ്ഞിട്ടില്ല. കരുണ നിറഞ്ഞ വേറൊരു വ്യക്തിയും ലോകത്തിലില്ല. ഒരു മനുഷ്യ സ്ത്രീയുമില്ല, മനുഷ്യ പുരുഷനുമില്ല. കരുണ നിറഞ്ഞതും കൃപ ലഭിച്ചതും കൃപയുള്ളതും ദൈവം മാത്രമേ ഉള്ളൂ. കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി കരയേണ്ട ആവശ്യമില്ല. അവൻ കരുണാസമ്പന്നനാണ്. Lord God, full of mercy. Jesus Master, have mercy on me. ഒരിക്കൽ ശിഷ്യന്മാര് വെള്ളത്തിൽ മുങ്ങാൻ കപ്പൽ പടകലിനകത്ത് വെള്ളം കയറി മുങ്ങുന്നൊരവസ്ഥയായപ്പോൾ യേശുവിനോട് നിലവിളിച്ചു, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? Are you not worried that we drown here? Is not your Lord worried about you? നീ തോക്കുമ്പോൾ ദൈവത്തിന് വിചാരമില്ലയോ? നീ രോഗിയായി കിടക്കുമ്പോൾ ദൈവത്തിന് വിചാരമില്ലയോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നിന്നെക്കാട്ടിലും വിചാരപ്പെടുന്ന സ്വർഗമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് നീ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായി ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിലാണ് ഇവർ ചെന്നേച്ച് പറഞ്ഞത്, മാസ്റ്റർ, മാസ്റ്റർ, ഹാവ് mercy on us. സൗഖ്യമാക്കണമെന്നാണ് ചോദിച്ചത്. സൗഖ്യമാക്കണമെന്ന് ചോദിക്കാൻ പോലും അവർക്ക് തോന്നിയില്ല. They never knew that Jesus could heal them. They knew that he had mercy. അവന് കരുണയുണ്ട്. മറ്റുള്ളവർ സംസാരിക്കാൻ പഠിച്ചപ്പോൾ, മറ്റുള്ളവർ നോക്കാൻ പഠിച്ചപ്പോൾ, കരുണാസമ്പന്നനായ ദൈവത്തിന്റെ മുഖം നോക്കിയിട്ട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. ഞാൻ വല്ലതാണ്, എനിക്ക് ലെപ്രസി സുഖമാക്കാനുള്ള സൗഖ്യത്തിന്റെ എബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നിർത്തി അതിനൊരു നല്ല പെർഫോമൻസ് ഒക്കെ നടത്തി സൗഖ്യമാക്കി ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് നല്ലൊരു പരിപാടി ഓർഗനൈസ് ചെയ്തേന്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു മനുഷ്യന്റെയും ദുഃഖത്തിന്റെ പുറത്തൊരു പരിപാടി ഉണ്ടാക്കിയിട്ടില്ല. God never made a monument on the sorrow of a perishing soul. God always made a monument on a resurrected, born again Christian. ദൈവം എപ്പോഴും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി തിരിഞ്ഞൊരു വ്യക്തിയുടെ പുറത്താണ്. ദൈവം ഒരിക്കലും ഒരു മനുഷ്യന്റെ വീഴ്ചയോ ഒരു മനുഷ്യന്റെ രോഗത്തെയോ ഒരു മനുഷ്യന്റെ ഇല്ലായ്മയോ വലുതാക്കി കാണിച്ചില്ല. കാനാവിലെ വീഞ്ഞ് പോയപ്പോൾ 10 പേരോട് പറയാതെ, വിരുന്നുവാഴി അറിയാതെ, നാട്ടുകാരറിയാതെ, വീട്ടുകാർ പോലും മനസ്സിലാക്കാതെ വീഞ്ഞുണ്ടാക്കിയ യേശുവിനെയാണ് നിങ്ങൾ ഇന്ന് സേവിക്കുന്നത്. You are serving Jesus who made wine in the wedding of Cana without letting anyone know the lack of wine in that house. My Jesus wants to rectify the things in your life. He will not make a public this thing out of you. അവൻ നിന്നെ ഒരു പ്രദർശനമാക്കി നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കെട്ടിത്താഴ്ത്തി ഒന്നും ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ പ്രശ്നങ്ങളുടെ ഉള്ളറയിലേക്ക് കടന്ന് അതിന്ന് തീർക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്റെ സാഹചര്യങ്ങളുടെ ഉള്ളറയിലേക്ക് കടന്ന്, നിന്റെ പ്രതിസന്ധിയുടെ ഉള്ളറയിലേക്ക് കടന്ന് അത് പൂർണ്ണമായി പരിഹരിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. എത്ര പേര് നിങ്ങളുടെ വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കും? എത്ര പേര് ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും? എത്ര പേര് പറയും, യേശുവേ മാസ്റ്റർ കരുണയുണ്ടാകണമേ?
ഇന്ന് പറയുമോ? Can you tell Jesus, Master, have mercy on my family? Can you tell Master, have mercy on my children? ഒരു മിനിറ്റ് പറഞ്ഞോ, ദൈവം നിങ്ങൾക്ക് കരുണ തരുന്ന ദിവസമാണ്. Have mercy on me, Master. എൻ്റെ മേൽ കരുണ തോന്നണമേ, എൻ്റെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ ദേശത്തിന്റെ മേൽ. ഓ ഹല്ലേലൂയ! കരുണാസമ്പന്നനായ യേശുവിന്റെ കരുണ ഈ നിമിഷം തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ ധാരാളമായി ഒഴുകുമാറാകട്ടെ. കരുണയ്ക്ക് ചോദിച്ചപ്പോൾ തിരിച്ചൊന്നും പറയാതെ എന്താ കർത്താവ് പറഞ്ഞത്? What did Jesus say? നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് കാണിച്ചു. Go and show yourself. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. അവര് രോഗം എന്താന്ന് തെളിയിക്കാതെ, രോഗം എന്താന്ന് പറയാതെ, വിഷയം അവതരിച്ചപ്പോൾ രോഗം എന്താന്ന് തന്നെ തിരിച്ചു പറയാതെ രോഗത്തെ മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ! ഇന്നലെ HIV/AIDS ബാധിച്ച പിള്ളേരുടെയും മാതാപിതാക്കളുടെയും അടുക്കൽ ഉച്ചയ്ക്ക് പോകാൻ അവസരം കിട്ടി. ഞാൻ അവരെ 2-3 പ്രാവശ്യമായി ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും ആ രോഗത്തിന്റെ പേര് അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് പറയാൻ, അത് കേൾക്കാൻ പോലും അവർക്ക് ഇഷ്ടമല്ല. That word HIV/AIDS is tormenting everyone in that group. ആ 200 പേരുടെയും മനസ്സിൽ ആ വാക്ക് അവരെ മുറിവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഷ്ഠരോഗി, 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 കുഷ്ഠം, കുഷ്ഠം, കുഷ്ഠം എന്ന് സമൂഹം പറഞ്ഞ് ആ വാക്ക് അവരെ മുറിവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാക്ക് പറയാൻ പോലും അവർ മടിച്ചു. They were ashamed. They were scared. They were worried to use that word that we are lepers. But God knew it. യേശുവിന് അത് മനസ്സിലായി. യേശു അത് അറിഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വാക്ക് ഉപയോഗിക്കാതെ ദൈവം പറഞ്ഞു, സൗഖ്യമാക്കിയെന്നോ, ഹൂം ക്രീം ക്രാം, എല്ലാം ശരിയായി, നിങ്ങൾ പൊക്കോ, കുറെ ബഹളം ഉണ്ടാക്കാതെ. നിങ്ങൾ സമാധാനമായി പോയി പുരോഹിതന്മാരെ കാണിക്കുക. ഇന്ന് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ, ഇന്ന് വചനം കേട്ട ശേഷം എഴുന്നേൽക്കുമ്പോൾ സമാധാനമായി പൊയ്ക്കൊള്ളുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എൻ്റെ ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ദൈവം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും അവന്റെ മഹിമാധനത്തിനൊത്തവണ്ണം തീർത്തു തന്നിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് കേൾക്കാനും പറയാനും വിഷമമായിരുന്ന ഈ വിഷയത്തെ പറഞ്ഞു വിഷമിപ്പിക്കാതെ മാറ്റിക്കൊടുത്ത യേശുവിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും പല വിഷയങ്ങളും നമുക്ക് മറ്റുള്ളവരോട് പറയാൻ ഭയങ്കര വിഷമമല്ലേ? Some of the things hurts us. We are so worried. Don't worry. Go tell it to Jesus. നിന്റെ പറയാൻ വയ്യാത്ത വിഷമങ്ങൾ, ഷെയർ ചെയ്യാൻ വയ്യാത്ത വിഷമങ്ങൾ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എൻ്റെ യേശുവിനോട് ഇന്ന് പറയുക. അവൻ അതിനെ മാറ്റാൻ പോകുകയാണ്. ഇതുവരെയും അവർക്ക് പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി നിൽക്കാൻ യോഗ്യതയില്ലായിരുന്നു. പക്ഷെ യേശുവിനെ കണ്ട ശേഷം പുരോഹിതന്മാരുടെ മുമ്പിൽ പോയി നിൽക്കുവാൻ അവൻ അവരെ യോഗ്യരാക്കി. ഹല്ലേലൂയ! ആദ്യമേ നിങ്ങൾ പോയി ചെയ്യേണ്ടത് വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും കാണാനല്ല. ആദ്യമേ അവർ ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ പോയി വേറെ ഉള്ളവരെ കാണാനല്ല. ഗോ ആൻഡ് ഗെറ്റ് യുവർ സെൽഫ് സാങ്ക്ടിഫൈഡ്, ആക്സെപ്റ്റഡ്. എല്ലാം കിട്ടി, ദൈവം നിങ്ങളെ സ്വീകരിച്ചു, സൗഖ്യം പ്രാപിച്ചു എന്ന് പുരോഹിതനോട് പറഞ്ഞ് അത് നേടിയെടുക്കുക. ഹല്ലേലൂയ! 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 സമൂഹത്തിന്റെ മധ്യേ, നിന്നെ നോക്കി ചോദ്യം ചെയ്യുന്നവരുടെ മധ്യേ, നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകളെയും ദുഃഖങ്ങളെയും ബന്ധനങ്ങളെയും രോഗങ്ങളെയും മാറ്റി നിന്നെ മാനിക്കുവാൻ കഴിയുന്ന എൻ്റെ യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ ഏത് പോരായ്മയാണേലും, ഏത് ബുദ്ധിമുട്ടാണേലും, ഏത് പ്രയാസമാണേലും, ഏത് പ്രതിസന്ധിയാണേലും അത് മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം, പോകയിൽ അവർ ശുദ്ധരായി. അവിടെ നിന്നിരുന്നെങ്കിൽ ശുദ്ധരാകുമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് ഒരു ഡോക്ടറാണ്. ഹി ഡിസ്ക്രൈബ്സ് എവറിത്തിങ് ബ്യൂട്ടിഫുള്ളി. ടൈം ടു ടൈം, ആക്ഷൻ ബൈ ആക്ഷൻ. വെൻ ഡിഡ് ദേ ഗെറ്റ് ഹീൽഡ്? എപ്പോഴാ സുഖം കിട്ടിയത്? പോകയിൽ. വെൻ ദേ ടേൺഡ് ടു ഒബേ ജീസസ്. ദൈവത്തെ അനുസരിക്കാൻ. നോക്കി നിന്നിരുന്നെങ്കിൽ കുഷ്ഠം കണ്ടോണ്ടിരുന്നേനെ. പലരും സൗഖ്യമാക്കി പൊക്കോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സൗഖ്യമായോ? ഇപ്പോഴും ഇവിടെ പാട് കിടപ്പുണ്ടല്ലോ, ഇന്നലത്തെ പാട് പോയിട്ടില്ലല്ലോ. You are worried about the problems. You are still looking at the problems. You are not willing to obey Jesus. Hallelujah. Hallelujah.
If God has told you something, just do it. If God has told you something, just do it. While obeying him, there is healing. അവനെ അനുസരിക്കുമ്പോൾ എന്തുണ്ട്? സൗഖ്യമുണ്ട്. അവനെ അനുസരിക്കുമ്പോൾ എന്തുണ്ട്? സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. When you obey Jesus, there is healing. പോകുമ്പോഴാ സൗഖ്യം. സൗഖ്യം കിട്ടാത്തതിന്റെ കാര്യം പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പറയാൻ ആര് പറഞ്ഞിട്ടുണ്ട്? ആരോടാ പറഞ്ഞിരിക്കുന്നത്? ജോർജ് കോവൂരിനോടില്ലേ? എല്ലാവരോടും ആര് പറഞ്ഞിട്ടുണ്ട്? യേശു എല്ലാവരോടും എന്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പോയി സുവിശേഷം പറയുവിൻ. നിങ്ങൾ പോയി സുവിശേഷം പറയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ശക്തിയും ബലവും അനുഗ്രഹവും ആര് തരും? ദൈവം തരും. ശക്തി കിട്ടാത്തത് എന്താ? ദൈവം തരാത്തോണ്ടാണ്. ഇന്ന് എനിക്ക് ക്യാമ്പിൽ ഒരു സ്ത്രീ, അവിടുത്തെ സ്കൂളിലെ ബസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. ഞാൻ ചോദിച്ചു എന്താ അസുഖം? ഒരസുഖമില്ല ഡോക്ടറെ, ഭയങ്കര ക്ഷീണമാണ്. ഇത് ഇന്നത്തെ കാലത്ത് വലിയൊരു അസുഖമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ക്ഷീണമാണ്. So many people tired in the morning itself. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ വയ്യ, പിടിച്ചാൽ കിട്ടത്തില്ല. പരിശുദ്ധാത്മാവില്ല. They don't have the Holy Spirit. That is why they are tired. You know, there are two types of ships in the world. Hear me carefully. There is a very big mystery of the kingdom of God. One is called the warship. The other one is called the cruise ship. ഒന്നിന്റെ പേര് യുദ്ധക്കപ്പൽ, മറ്റേതിന്റെ പേര് സഞ്ചാരക്കപ്പൽ, ആഡംബരക്കപ്പൽ. ഇവിടെ ഇരിക്കുന്ന ചില വിശ്വാസികൾ ആഡംബരക്കപ്പൽ പോലെയാണ്. Some of you are like the cruise ship. Some of you are like the warship. You can check, you can look at it. വാർഷിപ്പിന് വലിയ നിറം ഒന്നും കാണില്ല. ഒരൊറ്റ കളറാണ്, ഒരു പച്ച കളറായിരിക്കും, നോട്ട് വെരി കളർഫുൾ. ക്രൂസ് ഷിപ്പിന് വെളിയിൽ ഭയങ്കര നിറമാണ്, ഇവരെ കണ്ടാലേ അറിയാം ഭയങ്കര നിറമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വാർഷിപ്പ് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അവർക്ക് എന്തിനാ ഇത്രയും സ്പീഡിൽ പോകുന്നത് നിങ്ങൾ തന്നെ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഞാൻ എടപ്പാളിലായിരുന്നില്ലേ, 2 മണിയായപ്പോഴാന്ന് തോന്നുന്നു. ഫോൺ ചെയ്തു, നെൽസൺ ചോദിച്ചു എവിടെയാ? എടപ്പാളിലാണ്. 2:30 മെഡിക്കൽ കോളേജിൽ HIV പേഷ്യൻ്റ് ഇടയ്ക്ക് എത്തണം. 2:30 എത്തി. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു, കർത്താവേ ഇത് വാർഷിപ്പാണല്ലോ, എങ്ങനെയാ പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. From morning till evening you are running at the speed and pace much more than you can imagine. നിനക്ക് ചിന്തിക്കാവുന്നതിനും അധികമായ ഒരു സ്പീഡ് നീ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് യു ആർ നോട്ട് എ ക്രൂസ് ഷിപ്പ്, യു ആർ എ വാർഷിപ്പ്. ക്രൂസ് ഷിപ്പ് വിൽ ബി ക്രൂസിങ്. പതുക്കെ വായി നോക്കി. എപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലും തീർത്താൽ മതി, എന്തെങ്കിലും പരീക്ഷ പാസ്സായാൽ മതി, എപ്പോഴെങ്കിലും വീട്ടിലെത്തിയാൽ മതി, എന്തെങ്കിലും ചെയ്താൽ മതി. ദേ ആർ ക്രൂസിങ്, ദേ ആർ എൻജോയിങ് ഓൾ ദ ടൈം. മ്യൂസിക് ഇൻസൈഡ്, ഹെവി മ്യൂസിക്. മ്യൂസിക് വേണ്ടെന്നല്ല. ഡസ് വാർഷിപ്പ് ഹാവ് എനി മ്യൂസിക്? No, they don't have music. How does the military men in the war, they wear minimum clothes. Their hair will be trimmed. They are not worried about how they look. They are more worried about the enemy. They are always thinking about the attack. They are ever prepared, ever ready. Warship. Cruise ship, relax. Multicolored dress, huge music, lot of food, eating and eating and eating and eating and eating. എപ്പോൾ നോക്കിയാലും ക്രൂസ് ഷിപ്പിനുള്ള ഗുണം തീറ്റ എന്താണെന്ന ചിന്ത പന്നികളുടെ സ്വഭാവമാണ്. ഓൾവേസ് തിങ്കിങ് ഓഫ് വാട്ട് ടു ഈറ്റ്, വാട്ട് ടു വെയർ, വേർ ടു സ്ലീപ്, ഹൗ ടു റെസ്റ്റ്, ഹൗ സ്ലോ വി ക്യാൻ റൺ ദ റേസ്. ദേ ആർ റണ്ണിങ് ദ റേസ് ഫോർ എ ക്രൗൺ, ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ബട്ട് ദേ ഹാവ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ സ്ലോവസ്റ്റ് വിൻസ്. You know why they have the principle like that? They think the slowest can run the longest. So slow as possible. Cruising, all the time cruising. I have so much to share about cruise ship and the warship. I just want you to think, are you a cruise ship? Are you taking time lightly? Are you taking life lightly? Are you more bothered about the comforts of your life? Or are you more bothered about the war? ഈ യുദ്ധത്തിനെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത്? നിന്റെ ഓട്ടത്തെ കുറിച്ചാണോ നീ ചിന്തിക്കുന്നത്? നിന്റെ പോക്കിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? അതോ നിന്റെ സുഖ സൗകര്യങ്ങളെ കുറിച്ചാണോ? അതോ നിന്റെ യാത്രയിൽ കിട്ടുന്ന മറ്റുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ചാണോ?
അതോ അവിടെയുള്ള വർത്തമാനങ്ങളെ കുറിച്ചാണോ? യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം, യു ആർ വേസ്റ്റിംഗ് യുവർ ഹോൾ എനർജി. അങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ചേഞ്ച് ഫ്രം ക്രൂസ് ഷിപ്പ് ടു വാർഷിപ്പ്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ, ഈ സമയത്ത് തന്നെ നിന്റെ ക്രൂസിംഗ് സ്പീഡ് മാറ്റിയിട്ട് വാർഷിപ്പിന്റെ സ്പീഡാക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ക്രൂസിംഗ് ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് വാർഷിപ്പിന്റെ ആറ്റിറ്റ്യൂഡ് ആക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. യു ആർ ഓൺ എ വാർ. നീ ഒരു നല്ല ഓട്ടം ഓടണം. നീ വിശ്വാസം കാക്കണം. നീതിയുടെ കിരീടം ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ നല്ല ഓട്ടം ഓടുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഈ പെതുക്കപ്പോക്ക് നിർത്തുക, ഈ മെല്ലപ്പോക്ക് നിർത്തുക. നാളെ 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 എന്ന് വെച്ചുകൊണ്ട് എല്ലാ പരിപാടിയും നാളേക്ക് വേണ്ടി മാറ്റുന്നത് നീ അവസാനിപ്പിക്കുക. Whenever things come into your way, you say tomorrow. Tomorrow I will pray. Tomorrow I will share the word. Tomorrow I will do. Not today. Tomorrow will never come for you. നാളെ നിന്റെ കയ്യിലുള്ളതല്ല, ഇന്ന് നിന്റെ കയ്യിലുള്ളതാണ്. പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ നിമിഷം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. സമയമില്ല സഹോദരാ, യേശു വരാറായി. Jesus is coming soon. Church is going to go. Heaven is at hand. മുമ്പേ നമ്മൾ കേട്ട മാളിക പണിത് കഴിഞ്ഞു. എന്റെ മൾട്ടി സ്റ്റോറേഡ് പണിത് കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മാളിക മുറിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആർക്കും എടുക്കുവാൻ കഴിയാത്ത നിധികൾ സ്വർഗത്തിലുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുരുമ്പിച്ചു പോകാത്തതും കള്ളൻ എടുത്തു കളയാത്തതുമായ നിധികൾ, നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ വെക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. 10 കുഷ്ഠരോഗികളോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാൻ. അപ്പോൾ തന്നെ അവർ പുരോഹിതനെ കാണിക്കാൻ വേറെ എങ്ങനെയും പോയോ? ഇല്ല, പുരോഹിതനെ കാണിക്കാനായിട്ട് തിരിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? They were cleansed as they went. അവർ പോകയിൽ സൗഖ്യം പ്രാപിച്ചു. നയമാൻ എന്ന് പറഞ്ഞൊരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു. പുള്ളി പ്രവാചകനെ കാണാൻ വന്നു. പ്രവാചകനെ ഇറങ്ങി വന്നു പോലും ഇല്ല. ഇന്നത്തെ കാലത്തെ പ്രവാചകനാണെങ്കിൽ ഇത്രയും വലിയ ബെൻസ് കാറിലെ ലിമൻസിലൊക്കെ വരുന്ന നയമാനോട് കാണാനായിട്ട് വേണം, നയമാന്റെ പുറകെ അങ്ങ് പോകും. പിന്നെ ഈ നയമാനായിരിക്കും പുള്ളിയുടെ വലിയ ഏജന്റ്. ഹല്ലേലൂയ. ഒരു നയമാനെ ഒന്ന് കൂട്ടായ്മ കിട്ടിയ എന്ത് വലിയ കാര്യമല്ലേ. നയമാനായിരിക്കും പിന്നെ അടുത്ത സെക്രട്ടറി അവിടുത്തെ. ഈ നയമാൻ വന്നപ്പോൾ നമ്മുടെ പ്രവാചകൻ ഇരിപ്പിന്ന് അടങ്ങിയില്ല. ഗേഹസിയോട് പറഞ്ഞു, പോയി പറയാ. എന്താ പറയാൻ? ഹലോ, നീ പോയി യോർദാനിൽ ചെന്ന് 7 പ്രാവശ്യം മുങ്ങാം. നയമാൻ എന്ത് പറഞ്ഞു? ഓ, ഇത് കേൾക്കാനാണ് ഞാൻ ഇത്രയും വന്നത്, ഞാൻ വീട്ടിൽ പോവാ. നമ്മളും ഇങ്ങനെ ചില നയമാനന്മാരെ പോരാ, ഇത്രയും കേൾക്കാനാണോ കഷ്ടപ്പെട്ട് വന്നത്? വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, ഓ എന്തിനാ സ്നാനമേൽക്കുന്നത്? നീ സ്നാനമേറ്റെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. അതിന് പുതിയ വേദാന്തമൊന്നും നിനക്കുണ്ടാക്കാൻ പറ്റില്ല, ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രമാണങ്ങളൊക്കെ ദൈവത്തിന്റെയാണ്. രക്ഷയ്ക്കുള്ള എല്ലാ പ്രമാണവും ദൈവത്തിൻ്റെതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് സ്വർഗത്തിൻ്റെതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രമാണങ്ങൾ മാറ്റുവാൻ ലോകത്തിൽ ഒരു സുനദോസിനും ശക്തിയില്ലാത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ ഒരു സഭയ്ക്കോ ഒരു സമുദായത്തിനോ ഒരു സുനദോസിനോ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മാറ്റുവാൻ സാധിക്കില്ല. നയമാനോട് പ്രവാചകൻ എന്ത് പറഞ്ഞു? പോയി 7 പ്രാവശ്യം മുങ്ങാൻ. ആദ്യം നയമാൻ എന്ത് പറഞ്ഞു? വേണ്ട. അപ്പൊ എന്ത് സംഭവിച്ചു? ഒരു വേലക്കാരൻ ദാസം പറഞ്ഞു, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ നീ ചെയ്യില്ലായിരുന്നോ യജമാനനെ? ഒരു ചെറിയ സംഗതി പറഞ്ഞപ്പോ നീ ഇത്ര കിടന്ന് പടക്കുന്നത് എന്താ? ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇഷ്ടമില്ലാത്തത്. ഒരു സ്വർണത്തിന്റെ കാലം എല്ലാ ഞായറാഴ്ചയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ രോഗസൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കാലം കൊണ്ടുവരാൻ നീ സന്തോഷമാണ്. ദൈവത്തിന് നിന്റെ സ്വർണത്തിന്റെ കാലൊന്നും വേണ്ട. വയ്യാത്ത കാലം നോക്കാതെ ആകുന്ന ദൈവത്തെ നോക്കി സ്തുതിച്ചാൽ മതി. വയ്യാത്ത കാലം നേരെ ആയിക്കോളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാല് വയ്യാതാകുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്വർണ്ണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്വർണത്തിനും ഇരുമ്പിനും തമ്മിൽ വ്യത്യാസവും വിലയും കൽപ്പിച്ച മനുഷ്യന് ദൈവമല്ല. ദൈവത്തിന് രണ്ടും ഒരുപോലെ ഉള്ളൂ. ദൈവത്തിന് സ്വർണവും ഇരുമ്പും തമ്മിൽ വില വ്യത്യാസമുണ്ടോ? ഡോളറും റുപ്പിയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? പൗണ്ട്സും ഡോഷ്മായും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ദൈവത്തിന് ഇതിനൊന്നും വ്യത്യാസമില്ല. ദരിദ്രനും സമ്പത്തുള്ളവനും ആഫ്രിക്കക്കാരനും ചൈനക്കാരനും ഇന്ത്യക്കാരനും യൂറോപ്പിനും തമ്മിൽ ദൈവത്തിന് വ്യത്യാസമില്ല. ലോകത്തിൽ ഒരു വ്യക്തി തമ്മിലും ദൈവത്തിന് വ്യത്യാസമില്ല. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് ഇതൊരു വ്യത്യാസവുമില്ല. മനുഷ്യനാ വ്യത്യാസം ഉണ്ടാക്കിയത്.
അപ്പൊ നയമാനോട് ഇത്ര ചെറിയ സംഗതി പറഞ്ഞപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് ചെറിയ സംഗതികളാണ് ചെയ്യാൻ ബുദ്ധിമുട്ട്. ഉറക്കെ ഒരു സ്വോത്രം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ചെലവുണ്ടോ? ഇത്രയും നേരം പറഞ്ഞിട്ട് പോലും സ്വോത്രം പറയാത്ത ചില ആൾക്കാരുണ്ട്. മാനക്കേട് കൊണ്ടായിരിക്കും. 2 കരം പൊക്കി ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഇങ്ങനെ പറയുമ്പോൾ ചില ഇങ്ങനെ പൊക്കുന്നവരെ ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇത് ഫുൾ പൊങ്ങിക്കഴിഞ്ഞാൽ എന്തോ താഴെ വീഴുമെന്ന് വിചാരിച്ച. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്താ കോവൂര് അനുഭവിക്കുന്നതെന്ന് അറിയാമോ? പൊക്കാൻ പറഞ്ഞ ശരിക്ക് അങ്ങ് പൊക്കോ, സ്തുതിക്കാൻ പറഞ്ഞ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഒരു ഹൈഡ്രോകെഫാലിക് മന്ദബുദ്ധിയായ ജോർജ് കോവൂരിനെ സൗഖ്യമാക്കിയ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. If God could heal a hydrocephalic George Kour and make him into a neurosurgeon, how much can I praise him? My whole life for praising him is not enough. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. സ്തുതിക്കാൻ പറഞ്ഞാൽ മടിക്കണ്ട, സ്തുതിച്ചാട്ട് ദൈവം മക്കളെ. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പെരുമാറാകട്ടെ. എനിക്ക് കിട്ടാനല്ല സ്തുതിക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ കെട്ടുകൾ അഴിയുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഇവിടെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കേട്ടിട്ട് തൃശ്ശൂർ ഒന്ന് കുലുങ്ങണം. ഹല്ലേലൂയ. ഇടി വെട്ടുന്ന പോലെ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. I am so happy and I am sure God will be happy. സ്തുതിക്കാൻ ഒരിക്കലും മറക്കരുത്. കെട്ടുകൾ അഴിയും, കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ. അവസാനം നയമാൻ കുളിക്കാൻ പോയിട്ട് 1 മുങ്ങി പൊങ്ങി, 2 മുങ്ങി പൊങ്ങി, 3 മുങ്ങി പൊങ്ങി, 5 മുങ്ങിയിട്ടും ഒരു രക്ഷയില്ല. പ്രവാചകൻ എന്താ പറഞ്ഞേ? 7 പ്രാവശ്യം. 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞ എത്ര പ്രാവശ്യം മുങ്ങണം? 7 പ്രാവശ്യം. കലക്ക വെള്ളത്തിൽ പോയി മലന്ന് മുങ്ങിയാലേ നിനക്ക് രക്ഷയുള്ളെന്ന് പറഞ്ഞ മടിക്കേണ്ട സഹോദര. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അന്ത്യകാലത്ത് അനേകർ യേശുവിനെ വിശ്വസിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആത്മാവിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പോകുന്ന ദിവസങ്ങളാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭാരതം മാത്രമല്ല ഭൂമി മുഴുവനും സുവിശേഷത്താൽ നിറയാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ശക്തിക്കും അതിനെതിരായി നിൽക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എതിർക്കുകയില്ല. ഹല്ലേലൂയ. അവരോട് പോകാൻ പറഞ്ഞപ്പോൾ അവർ പോയി. എന്ത് സംഭവിച്ചു? പോയ ഉടനെ അവർക്ക് സൗഖ്യമായി. അതിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. മലയാളത്തിലും വായിച്ചോ? ഞാൻ അവിടെ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവർ പുരോഹിതന്റെ അടുക്ക് എത്തിയിട്ടാണോ വന്നത് അതോ അതിന് മുമ്പാണോ? ഹല്ലേലൂയ. ഇവൻ പുരോഹിതന്റെ അടുക്കൽ എത്തിയിട്ടാണോ വന്നത് അതിന് മുമ്പാണോ? സൗഖ്യം പ്രാപിച്ചു എന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ റിപ്പോർട്ടിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കർത്താവിനോട് നന്ദി പറയുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് എന്താണ്? വേഗം പോയി പുരോഹിതനെ കാണിച്ചു സമൂഹത്തിൽ ആക്സെപ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വേണേ വന്നു കഴിഞ്ഞ് കർത്താവ് ഇവിടെങ്ങാനും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. ഒത്തിരി ആൾക്കാരുണ്ട്. They are more bothered about what people think. They want acceptance in the society. സമൂഹത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ പുരോഹിതന്റെ അടുക്കൽ പോകുന്നതാണ് തിരിച്ചു വന്ന് നന്ദി പറയുന്നതിനെക്കാട്ടിലും വലുതായിട്ട് അവർക്ക് തോന്നിയത്. കണ്ട ശേഷമാണെങ്കിൽ ഇവരൊക്കെ വന്ന് പറഞ്ഞേനെ ചിലപ്പോൾ. എനിക്ക് സന്തോഷം തോന്നിയത് one of them, 15-ാം വാക്യം, one of them when he saw that he was healed, അവന് സൗഖ്യം കിട്ടിയെന്ന് കണ്ടപ്പോൾ ആ നിമിഷം സൗഖ്യം കിട്ടിയവരെ നോക്കി സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം തന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാവും? എനിക്ക് ആയുസ് തന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാൽ മതിയാവും? നിങ്ങൾ ആരും സ്തുതിച്ചില്ലേലും എൻ്റെ ആയുസിന്റെ അവസാന നിമിഷം വരെയും I will continue to praise him. ഞാൻ ദൈവത്തെ സ്തുതിക്കും. അവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കും. Because he has done great things in my life, I will praise him every day. Every day of my life I will shout out praises for my Jesus. എൻ്റെ യേശുവിനെ സ്തുതിക്കും. ഡോക്ടർമാർ ചോദിക്കും, ഡോക്ടർ കൗരെ, നീ ഒരു ന്യൂറോ സർജൻ അല്ലേ? Do you need to really praise him? Make all this noise. Be like a doctor man, full sleeves.
വൈറ്റ് കോളർ, ഡീസന്റ് ജോബ്, ഡോണ്ട് ഷൗട്ട്, ഡോണ്ട് മേക്ക് സം നോയ്സ്. എന്നെ കളിയാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഓ, ബിഗ് ന്യൂറോ സർജൻ, ചീഫ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, അക്കാഡമിക് കോർഡിനേറ്റർ, വാക്കിംഗ് അറൌണ്ട്, ബട്ട് സീ ഹിം ഗോയിങ് അറൌണ്ട് പ്രൈസിംഗ് ഗോഡ്. ഐ ഹാവ് നോ ഒബ്ജെക്ഷൻ ഫോർ ദം. എനിക്ക് അവരോടൊരു കംപ്ലൈന്റും ഇല്ല. അവർക്കാർക്കും ഇത്രയും വലിയ സൗഖ്യവും നന്മയും യേശുവിനെ കാണുവാൻ ഭാഗ്യമുണ്ടായിട്ടില്ല. They have never received such a blessing that I have received. They have never realized who God is. They have never realized what eternity is. എന്താണ് നിത്യജീവനെന്നും എന്താണ് സ്വർഗരാജ്യമെന്നും ഇത്രയും വലിയ സന്തോഷവും സമാധാനവും എന്താണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. എനിക്ക് ആരോടും ദുഃഖമില്ല. പക്ഷെ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് എല്ലാവർക്കും ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇതുവരെ സ്വോത്രം പറയാത്ത രണ്ട് മൂന്ന് പേരൊന്ന് ഉറക്ക ദൈവത്തെ സ്തുതിച്ചാണ്. പറഞ്ഞവരല്ല, പറയാത്തൊരു ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. രോഗസൗഖ്യം കിട്ടിയിട്ട് പറയാതിരിക്കുന്ന ചില ആൾക്കാർ ഇപ്പോഴും ഇതിന്റെ നടുക്കിരിപ്പുണ്ട്. ഞാൻ കാണുന്നുണ്ട്, ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഒരു ഇഞ്ച് പോലും വാതുറക്കാതെ ഇങ്ങനെ ഡോക്ടർ എത്ര പറഞ്ഞാലും ഞങ്ങൾ സ്വോത്രം പറയില്ല. ഡോക്ടർ പറഞ്ഞു, I will never say, we will never say. It's such a shame to say all this. സിന്ദാബാദ് സിന്ദാബാദ് എന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. മരണം വരെ ഈ സമരം ചെയ്യുമെന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ഉറക്ക ബഹളം ഉണ്ടാക്കാം. വീട്ടിൽ ചേട്ടനും അനിയനും കൂടെ അടിക്കുമ്പോൾ കാണുന്ന ശബ്ദം എന്താണ്? ഭാര്യയും ഭർത്താവും കൂടെ കുസ്തിയിടുമ്പോൾ കാണുന്ന ബഹളം എന്താണ്? പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഗ്യാസ് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് ബാക്കി എല്ലാത്തിനും ശബ്ദം ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ കർത്താവിന് വേണ്ടി സ്തുതിക്കാൻ നിനക്ക് അറിയില്ലെങ്കിൽ കർത്താവ് നിന്നെ നോക്കില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി സ്തുതിക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. സൗഖ്യം കിട്ടിയ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിനക്ക് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തെ തരുമാറാകട്ടെ. നിന്റെ എല്ലാ ഇൻഹിബിഷനെയും ദൈവം മാറ്റുമാറാകട്ടെ. നിന്റെ എല്ലാ നാവിന്റെ കെട്ടുകളെയും ദൈവം മാറ്റുമാറാകട്ടെ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നിനക്ക് കൃപ തരുമാറാകട്ടെ. കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നിന്നെ പഠിപ്പിക്കുമാറാകട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. അവൻ അസാധ്യങ്ങളെ സാധിപ്പിക്കുന്നവൻ. അവൻ ഒന്നുമില്ലായ്മെന്ന് സകലത്തെ വിളിച്ചു വരുത്തിയവൻ. എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം. ഒരിക്കലും മാറാത്ത ക്രോണിക് ഡിസീസ്, വർഷങ്ങൾ ട്രീറ്റ് ചെയ്താൽ പോകാത്ത ലെപ്രസി സെക്കൻഡ് കൊണ്ടുപോയി. ലെപ്ര ബാസിലായി obeys Jesus more than you. ലെപ്ര ബാസിലായി obeys my master more than you. കുഷ്ഠരോഗം ഉണ്ടാക്കുന്ന, ലെപ്രസി ഉണ്ടാക്കുന്ന ബാസിലായി നിന്നെക്കാട്ടിലും ദൈവത്തെ അനുസരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സെക്കൻഡ് വിട്ടേച്ച് പോയി. You don't obey God, but leprosy obeys God. Hallelujah. Leprosy obeys God more than you. നിന്നെക്കാട്ടിലും എന്നെക്കാട്ടിലും അധികമായി ദൈവത്തെ അനുസരിക്കുന്ന രോഗങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പിശാച് ദൈവത്തെ അനുസരിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോ. Satan obeys. He fears God. കാള തന്റെ ഉടയനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. മൃഗങ്ങൾക്ക് ഇതിനെക്കാട്ടിലും ദൈവഭക്തിയാണ്. They obey the master. They listen to the master. We are not bothered. പോകുന്ന സമയത്ത് സൗഖ്യം കിട്ടിയെന്ന് കണ്ടപ്പോൾ ഒരുത്തൻ മടങ്ങി വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയത്, അതിനെക്കാട്ടിലും സന്തോഷം, 10 പേർക്കും സൗഖ്യം കിട്ടിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. 10. ഹല്ലേലൂയ. 10. ഒരു ഡോക്ടർ 10 ഡയബറ്റിക് പേഷ്യന്റിന് മരുന്ന് എഴുതിയ 10 പേർക്ക് ഒരുപോലെ സുഖം കിട്ടുമോ? ഒരു ഡോക്ടർ 10 കുഷ്ഠരോഗികൾക്ക് മരുന്ന് എഴുതിയാൽ എന്തെങ്കിലും നടക്കുമോ? ഒരു ഡോക്ടർ 10 TB പേഷ്യന്റിന് മരുന്ന് എഴുതിയാൽ എങ്ങനെ നടക്കും? ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിന് 10 പേരെ ഒരുമിച്ച് എഴുതിയാൽ ഒരുപോലെ നടക്കുമോ? നെവർ ഹാപ്പൻസ് ഈക്വലി. ഇറ്റ് നെവർ ഹാപ്പൻസ് സൈമൾട്ടേനിയസ്ലി. ഇറ്റ് നെവർ ഹാപ്പൻസ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായി ഒരുപോലെ 10 പേരുടെ ജീവിതത്തിലും ഒരുമിച്ച് വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10 പേരുടെ ജീവിതത്തിലും ഒരുപോലെ വ്യാപരിക്കുന്ന ശക്തി ജീവിക്കുന്നു. Hallelujah. What a revelation. What a revelation that God's Spirit works equally among all of us. If you believe, നീ വിശ്വസിച്ചാൽ എന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലും ഒരുപോലെ ഒഴുകുവാൻ സാധിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. All the 10 were healed.
They received the blessing equally, immediately, simultaneously. No difference. God has no difference. ദൈവത്തിന് വ്യത്യാസമില്ല. വ്യത്യാസം അവർക്കായിരുന്നു. സൗഖ്യം കിട്ടിയ 10 പേരിൽ ഒരാൾക്കേ മനസ്സിൽ സ്തുതി വന്നുള്ളൂ. 10-ൽ 1 സ്തുതികളുടെ എണ്ണം. അപ്പൊ ഇവിടുത്തെ കുഴപ്പമില്ല. ഇവിടെ ഞാൻ മൊത്തത്തിൽ 3 പേരെ കണ്ടിട്ടുള്ളൂ ഇതുവരെയും സ്തുതിക്കാതിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫുൾ ക്രൗഡിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 10-ൽ 1 സ്തുതിച്ചുള്ളൂ. നമ്മളൊക്കെ നന്നാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ ഇത് പോരാ. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. I'm not happy. I'm seriously telling you. I'm not happy the way that you are praising. ദൈവത്തെ സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തെ തരുമാറാകട്ടെ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റുമാറാകട്ടെ. കല്ല് പോലുള്ള ഹൃദയത്തെ, you are having a heart of stone. കല്ല് പോലുള്ള ഹൃദയത്തെ ദൈവം മാറ്റുമാറാകട്ടെ. കല്ല് പോലുള്ള ഹൃദയത്തെ ദൈവം മാറ്റുമാറാകട്ടെ. അത് ഇന്ന് മാംസമാക്കി തീർക്കുമാറാകട്ടെ. യേശുവിന്റെ പ്രാർത്ഥനയുടെ ഒരു കാര്യം ഇന്ന് പറഞ്ഞു. കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ കാര്യം 3 പ്രാവശ്യം യേശു കണ്ണുനീരൊഴുക്കി. 1, മാർത്തയും മറിയയുടെ ലാസർ മരിച്ച് അവര് കരഞ്ഞപ്പോൾ. 2, എവിടെയാണ് പ്രാർത്ഥിച്ചപ്പോൾ? എവിടെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ? അത് വേറെ. അതിനു മുമ്പ് ദൈവം ശിഷ്യന്മാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ യേശു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. എത്ര പേര് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും? അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. എത്ര പേര് ദൈവത്തോട് ഉറക്കെ വിളിക്കും, യേശുവേ, മാസ്റ്റർ ഹാവ് mercy on me, ദൈവപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് എത്ര പേര് ഉറക്കെ വിളിക്കും? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. You cry out to Jesus tonight, today, this morning, this evening, anytime you are listening to this message, I am telling you, Jesus is going to work for you immediately. ഈ നിമിഷം തന്നെ ദൈവം വർക്ക് ചെയ്യാൻ പോവാണ്. 10 പേർക്കും ഒരുപോലെ സൗഖ്യം കൊടുത്തെങ്കിൽ only 1 man was grateful. 10-ൽ 1 മനുഷ്യനെ നന്ദി പറഞ്ഞിട്ടുള്ളൂ. ആ നന്ദി പറയുന്ന വ്യക്തി നീയായി തീരുവാൻ, നിങ്ങളായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ചെറുപ്പക്കാരാ, യുവതി യുവാക്കന്മാരെ, കുഞ്ഞുങ്ങളെ, ആ വ്യക്തി നീ ആയിരിക്കുമോ? Will you be that person? Today's message is, will you be that person who will be coming back and glorifying God? മടങ്ങി വന്ന് സന്തോഷത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിക്കുന്ന വ്യക്തി നീ ആയിരിക്കുമോ? നീ ആയിരിക്കുമോ? എന്ത് സംഭവിച്ചു? 16-ാം വാക്യം വീണ്ടും വായിക്കാം. വായിച്ചാട്ടെ 16. He prostrated himself at Jesus. ദൈവത്തിന്റെ മുമ്പിൽ ഒരു മെത്തയൊക്കെ ഇട്ട് പായൊക്കെ വെച്ചേച്ച് എവിടാ കമന്ന് വീണത്? റോഡ് സൈഡിലില്ലേ, നടന്നു വരുന്ന വഴിവക്കിൽ അനേക മനുഷ്യർ തുപ്പിയിട്ടിരിക്കുന്നതും വൃത്തികേട് കിടക്കുന്ന ആ സ്ഥലത്ത് അതൊന്നും നോക്കാതെ വൃത്തികെട്ട നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, കുഷ്ഠത്തിൽ നിന്ന് രക്ഷിച്ച നാഥന്റെ മുമ്പിൽ അവൻ കവന്നു വീണു. അവൻ കവന്നു വീണു. നീ ദൈവത്തിന്റെ മുമ്പിൽ കവന്നു വീഴുമോ? മുട്ടുകുത്തി പ്രാർത്ഥിക്കുമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാം. അവൻ കമന്നു വീണു. എന്ത് സംഭവിച്ചു? വായിച്ചോ. അവൻ ശമരിയാക്കാരനായിരുന്നു. അതിന്റെ അർത്ഥം വരണ്യ സ്തോത്രം പറയാൻ പഠിച്ച കുറച്ച് പാർട്ടീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. കുറെ യഹൂദന്മാര്, ദൈവത്തിന് ആരാധന കൊടുക്കേണ്ടിവർ, വിഷയം അറിയാവുന്നവര് ഉണ്ടായിരുന്നു. ശമരിയാക്കാരൻ മാത്രമേ നന്ദി പറയാൻ വന്നുള്ളൂ. ഏറ്റവും താഴ്ന്ന വ്യക്തികൾ, ഏറ്റവും അവഗണിക്കപ്പെട്ടവൻ, ഏറ്റവും ഒന്നുമില്ലാത്തവൻ, പ്രമാണം പോലും അറിയാത്തവനാണ് യഥാർത്ഥത്തിൽ പ്രമാണത്തിൽ വരുന്നത്. ദൈവത്തെ കണ്ടാൽ ഏറ്റവും രൂപാന്തരം ഉണ്ടാകുന്ന തകർന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് ഈ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ സാക്ഷികളായി തീരുവാൻ ദൈവം ഈ അന്ത്യകാലത്ത് നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. In these last days, may God bless you, anoint you, and give you a heart full of gratitude that you will become the soldiers in the kingdom of God. Not traveling in a cruise ship, but traveling in a warship. Hallelujah. Time is very short, so let us make use of all our time. വേഗം വായിക്കാം, മുമ്പോട്ട് വായിച്ചേ. 10 പേര് സുഖം പ്രാപിച്ചില്ലേ? ഒന്ന് നിൽക്കണേ. യേശു നിന്നിടത്തുനിന്ന് അങ്ങോട്ട് നടന്നു പോയി. കുറച്ച് അങ്ങോട്ട് പോയവരിൽ 10 പേര് തിരിച്ചു വന്നോ? ഒരാളെ തിരിച്ചു വന്നുള്ളൂ.
പക്ഷെ 10 പേരും സുഖം പ്രാപിച്ചു എന്ന് എങ്ങനെ അറിയാം? കർത്താവിനറിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സുഖമായെന്ന്. രണ്ടാമത് റീചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരിക്കലും സ്റ്റിച്ച് എടുത്ത് നോക്കാറില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ബ്രെയിൻ ട്യൂമർ വൈക്കത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ സെക്കൻഡറി മെറ്റസ്റ്റസിസ് ടു ദ ബ്രെയിൻ ഫ്രം ദ ലങ്സ്. I know the patient's life is very short, but I know if she believes in Jesus Christ, God can heal her completely. I never dress the wound. If at all I have to ever dress a wound, it's usually a believer's wound. Non-believers' wound never get infected. Usually it's believers who get infected because they really don't believe. They only confess. ഈ ബിലീവർ ആണെന്ന് പറയുന്നവരെയാണ് എനിക്ക് ഏറ്റവും പേടി. അവർക്ക് ബിലീഫ് ഒന്നുമില്ല, അവർ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിശ്വാസികളായി ഒന്നും അറിയാതെ വെറുതെ ആദ്യമായിട്ട് നിന്റെ OPD-യിലേക്ക് കടന്നു വരുന്ന ഒരു ഷീലയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് അത്ഭുതത്തിൽ സൗഖ്യം കൊടുത്ത എന്റെ ദൈവം ജീവിക്കുന്നു. പ്രമാണം അറിഞ്ഞിട്ടല്ല, സ്നേഹിക്കുന്ന ദൈവമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം കൊടുക്കുന്ന ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൺകോൺഷ്യസ് ആയി കിടന്ന് ഒറ്റ ദിവസം കൊണ്ട് സൗഖ്യം കൊടുത്ത മൂകാംബിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാമചന്ദ്രനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതത്തിന്റെ കരം ഇന്നും ജീവിക്കുന്നു. യേശു ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അന്ന് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി എന്റെ യേശു ഇന്ന് നിന്നെ സൗഖ്യമാക്കുവാൻ മതിയായവനാണ്. അന്ന് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി എന്റെ യേശു ഇന്ന് നിന്റെ ആവശ്യങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. 10 പേർക്ക് സുഖം വന്നെന്ന് ആർക്കറിയാം? അവരറിയുന്നതിന് മുമ്പേ എന്റെ ദൈവം അറിഞ്ഞു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ശക്തി ഒഴുകി ഒരു സ്ത്രീ അവനെ തൊട്ടപ്പോൾ ശക്തി പ്രാപിച്ചവൾ മിണ്ടാതെ പോയെങ്കിലും കർത്താവ് പറഞ്ഞു, എന്നെ ആരോ തൊട്ട കർത്താവിനറിയാം. ഇന്ന് രാത്രി നീ തൊട്ട കർത്താവിനറിയാമോ? ഒളിച്ചു പോകാനൊന്നും പറ്റില്ല. എത്ര പേര് ഇന്ന് വിശ്വാസത്തോടെ ദൈവത്തെ തൊടും? ദൈവത്തിന്റെ അത്ഭുത ശക്തി നിന്നിലേക്ക് ഒഴുകും. God is going to send His all-powerful grace into you, almighty power into you, the Holy Spirit into you. He knows. അവൻ അറിയാം അത് ഒഴുകുമ്പോൾ. സൗഖ്യം വരുമ്പോൾ ദൈവത്തിന് അറിയാം. നീ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുമ്പോൾ ആർക്കറിയാം? നീ അറിയുന്നതിന് മുമ്പേ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സ്തോത്രം പറയാൻ താമസിക്കരുത്. That is why never delay in your praise, because God knows when the gift is given and God wants to immediately praise Him. വെളിയിലത്തെ വെസ്റ്റേൺ കൾച്ചർ they teach everyone to say thank you immediately. ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തേച്ച് 10 ദിവസം കഴിഞ്ഞ് താങ്ക്സ് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? ചില വിശ്വാസികൾ അങ്ങനെ. ശരിക്കൊന്ന് നോക്കട്ടെ, ഇത് പോകുമോ ഇല്ലയോ എന്ന്, ഇത് പൊട്ടുമോ ഇല്ലയോ നോക്കിച്ച് ഞാൻ താങ്ക്സ് പറയാം. ചില ഒരിക്കലും താങ്ക്സ് പറയത്തില്ല വലിയ വലിയ ഗിഫ്റ്റ് കൊടുത്താൽ. ഇമ്മീഡിയറ്റ്ലി ഉടനെ ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇന്നത്തെ വലിയ സന്ദേശം എന്നും ദൈവത്തിന് നന്ദി പറയുന്നവരായി, 24 മണിക്കൂറും ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവം ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. 1000 നന്ദി പറഞ്ഞാലും 1000 നന്ദി പറഞ്ഞാലും മതി വരാത്തതുപോലെ ദൈവം നമുക്ക് നന്മ ചെയ്തിട്ടുണ്ട്. 1000 നന്ദി പറഞ്ഞാലും മതി വരാത്തതുപോലെ ദൈവം നന്മ ചെയ്തിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. അല്ലയോ 10 പേർക്ക് സൗഖ്യം കിട്ടിയില്ലേ, ഒരുവനെ മടങ്ങി വന്നുള്ളോ? ഈ ചോദ്യം ഇന്നും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവനെ മടങ്ങി വന്നുള്ളോ? ആ മടങ്ങി വന്നവൻ നീയാണെങ്കിൽ ഭാഗ്യവാൻ. ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ വീട്ടിൽ, നിന്റെ ദേശത്ത്, നിന്റെ കൂട്ടായ്മയിൽ, നിന്റെ കൂട്ടുകാരുടെ മധ്യേ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അടുത്ത വാക്യം. മലയാളത്തിൽ വായിച്ച 18, 19. 10 പേർ ശുദ്ധരായി തീർന്നു. 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരൻ അതുവരെ കർത്താവ് നോട്ട് ചെയ്തു. ഒരിക്കലും തിരിച്ചു വന്ന് താങ്ക്സ് പറയാനായിട്ട് ചിന്തിക്കാതിരുന്ന അന്യജാതിക്കാരനല്ലയോ സ്തുതിക്കാൻ വന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്തുതിക്കാൻ മറക്കുമ്പോൾ ഇന്ന് അന്യജാതിക്കാർ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. ജീവനുള്ള ദൈവത്തെ അറിയാതെ ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ച് മറ്റുള്ള വിഷയങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ അന്ത്യകാലത്ത് ദൈവം രക്ഷിച്ച്
ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാൻ യോഗ്യരാക്കി തീർത്തുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ എൻ്റെ യേശു അനേക കുഷ്ഠരോഗികളെ തുടർന്ന് സൗഖ്യമാക്കുവാൻ, അനേക ക്യാൻസർ രോഗികളെ തുടർന്ന് സൗഖ്യമാക്കുവാൻ, മാറാരോഗങ്ങളെ മാറ്റുവാൻ ഇന്നും വിശ്വസ്തരാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ഈ സ്ട്രേഞ്ചർ, അന്യജാതിക്കാരനല്ലയോ എന്നെ സ്തുതിക്കാൻ മടങ്ങി വന്നത്. അവസാനമായിട്ട് എന്താ ആ വാക്യോട് വായിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. അവനോട് എഴുന്നേറ്റ്, അതുവരെ അവൻ എഴുന്നേറ്റില്ല, കർത്താവ് മിണ്ടുന്നവരെ ആ കിടപ്പങ്ങ് കിടക്കുകയാണ്. നമ്മളാണെങ്കിൽ കിടന്നേച്ച് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അവൻ അവിടെ കിടന്നപ്പോഴേ മതിയായി, എഴുന്നേക്കാൻ യാതൊരു താല്പര്യമില്ല. എഴുന്നേക്ക് മോനെ എന്ന് പറയുന്നവരെ അവൻ അവിടെ കിടക്കുകയാണ്, കർത്താവിന്റെ കാല് പിടിച്ചുകൊണ്ട്. എത്ര വലിയ സ്നേഹ അല്ലേ. സൺ ഗെറ്റ് അപ്പ്, സൺ ഗെറ്റ് അപ്പ്. They are healed of their leprosy, but you are made whole. അടുത്ത വാക്യം വായിച്ചു. നിന്റെ വിശ്വാസം, അവരുടെ വിശ്വാസം രക്ഷിച്ചതിനെക്കാട്ടിലും ഉപരിയായി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അതിനുപരിയായി അടുത്ത വാക്യം അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, can you read in English? Yeah. Made you whole. My translation says made you whole. നിന്നെ പൂർണ്ണനാക്കിയിരിക്കുന്നു. പകുതി സൗഖ്യം കിട്ടുന്നത് ആദ്യത്തെ വാക്കിൽ ഓടിപ്പോകുമ്പോഴാണ്. തിരിച്ച് കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ യു ആർ മെയ്ഡ് ഹോൾ. നിനക്കൊരു പൂർണ്ണ സൗഖ്യം. കുഷ്ഠം മാറിയാൽ മാത്രം പോരാ, ആത്മസൗഖ്യം വേണം, പാപക്ഷമ വേണം, മനസ്സിന് സമാധാനം വേണം. ഇത് പ്രാപിക്കണമെങ്കിൽ നീ ദൈവത്തിന്റെ അടുക്കൽ മടങ്ങി വന്ന് നന്ദി പറഞ്ഞെങ്കിലേ സാധിക്കുകയുള്ളൂ. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു മുങ്ങി നടന്നാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുകയില്ല. നീ ക്രിസ്തുവിൽ പൂർണ്ണനാകണോ, മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ച് നന്ദി പറയാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം തന്ന വിടുതലിൽ നിനക്ക് നിലനിൽക്കണമോ, നീ ദൈവത്തെ സ്തുതിക്കുന്നവനായി തീരണം. പല രോഗികളും മടങ്ങി രോഗികളായി തീരുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? സത്യാരാധനയിലേക്ക് അവർ മടങ്ങി വരാത്തത് കൊണ്ടാണ്, ദൈവത്തെ സ്തുതിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന രക്ഷയിൽ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന സൗഖ്യത്തിൽ നിനക്ക് നിലനിൽക്കണമോ, യു ഹാവ് ടു കം ബാക്ക് ടു ഹിം ആൻഡ് പ്രൈസ് ഹിം. യു വിൽ ബി മെയ്ഡ് ഹോൾ. നിന്നെ അവൻ പൂർണ്ണനാക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നിമിഷം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് പ്രാർത്ഥന വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉയരുന്ന എല്ലാ കരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ, anybody who wants a prayer for yourself, you lift up your right hand and I'm going to pray for you. God is going to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. നിങ്ങളുടെ കുഷ്ഠത്തെ മാറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടിനെ മാറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. നിങ്ങളുടെ ജോലിയില്ലായ്മ മാറ്റുവാൻ അവൻ വിശ്വസ്തനാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന സഹോദരി, നിനക്ക് മകളെ തരുവാൻ അവൻ വിശ്വസ്തനാണ്. ജീവിതത്തിലെ തകർന്ന ജീവിതമേ, ആത്മഹത്യക്കായി കാത്തിരിക്കുന്ന വ്യക്തിയെ, നിനക്ക് ജീവിതത്തിൽ പ്രത്യാശ തരുവാൻ എന്റെ യേശു മതിയായവനാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ എന്റെ യേശു ഈ നിമിഷം തന്നെ നിനക്ക് വിടുതലും സൗഖ്യവും തരുവാൻ ആഗ്രഹിക്കുന്നു. ഉയർന്നിരിക്കുന്ന എല്ലാ കരങ്ങൾക്കായും നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം തന്നെ സൗഖ്യമാക്കട്ടെ. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ വലിയ വിടുതൽ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുമാറാകട്ടെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ട എല്ലാ ജീവിതങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കരമുയർത്തിയവർക്കായിട്ട്, മുട്ടിന്മേൽ നിൽക്കുന്നവർക്കായി, കർത്താവെ നീറി വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ആരുടെ കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ്. കുഷ്ഠരോഗികളുടെ നിലവിളിക്ക് മറികടക്കാത്ത ദൈവമേ, ബർത്തിമാസിന്റെ കരച്ചിലിന് മറികടക്കാത്ത ദൈവമേ, ഇന്ന് രാത്രിയിൽ നീ അത്ഭുതം പ്രവർത്തിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവേ രക്ഷക, കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ കരുണ തോന്നുന്ന സ്വർഗമുള്ളതിനാൽ, കേൾക്കുന്ന സ്വർഗമുള്ളതിനാൽ, കാണുന്ന സ്വർഗമുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത്ഭുതകരമായി ഈ നിമിഷം തന്നെ വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും പൂർണ്ണതയും നീ കൊടുക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്നു. നസ്രായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാ രോഗത്തിന്റെ ശക്തികളെയും ശാസിക്കുന്നു, വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. സൗഖ്യമാകാം യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. സാമ്പത്തിക തകർച്ചകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ.
ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകട്ടെ, സമാധാനമില്ലായ്മ മാറിപ്പോകട്ടെ, ജോലിയില്ലായ്മ മാറിപ്പോകട്ടെ, നിരാശ ഡിപ്രഷൻ മാറിപ്പോകട്ടെ. സന്തോഷവും സമാധാനവും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്താൽ എല്ലാവരും നിറയുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം തന്നിരിക്കാൻ നന്ദി. സകല മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് നന്ദി പറയാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. May God bless you. Thank you. God bless you.